ഡിസ്നിയുടെ പോലും കളക്ഷൻസ് അവിടെ ഇരിപ്പുണ്ട്. സ്വന്തം ടോയ് തന്നെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ സ്പൈഡർമാൻ 250 ഉണ്ട്. എന്റെ ഫേവറേറ്റ് ആണ് ഹാരി പോട്ടർ. മിക്ക കുട്ടികളുടെയും ഫേവറേറ്റ് ആണ് ഹാരി പോട്ടർ. അതിന്റെ പോലെ വന്നിട്ട് എന്നിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയില്. വേണമെങ്കിൽ ശരീരം മാത്രമേ വളർന്നുള്ളൂ, ബുദ്ധി വളർന്നില്ല എന്ന് കുട്ടികൾ പറയും. എല്ലാരും ട്രോൾ ചെയ്യട്ടല്ലേ, പോകുമ്പോ ശപിച്ചു പോവാം. അങ്ങനെ എന്തുണ്ടാ? എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഐ മീൻ ഐ റിയലി എൻജോയ് അല്ലേ. അല്ല നമ്മളെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് നമ്മുടെ ഒരു ഏജ് കൂടിയത് കൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടം തരുന്ന കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നൊരു ഫിലോസഫി അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ കണ്ടിന്യൂ. എനിക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടപ്പോ. കുറെ കളക്ഷൻസ് ഉണ്ടല്ലേ, ഏതെങ്കിലും തന്നായിരുന്നോ? ഞാൻ എന്റെ അമ്മ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയടുത്ത് ചോദിച്ചു, അമ്മ ഇപ്പൊ എന്തായിരുന്നു ടോയ്സ് എങ്കിൽ ഒരു കൊച്ചു ചോദിച്ചാൽ ഞാൻ കൊടുക്കോ? ഇല്ല. അതുകൊണ്ട് ഈ കുട്ടി ചോദിച്ചു, എനിക്ക് തന്നതുമില്ല. എനിക്കറിയാം, അറിഞ്ഞിട്ട് തന്നതുമില്ല. എനിക്കറിയാം ഇപ്പൊ എന്നെയാണ് ടോയ്സ് എങ്കിൽ ഒരു കുട്ടി ചോദിച്ചാൽ എനിക്കൊരു വിഷമം ഉണ്ടാകും. ചിത്രമൊക്കെ ഇഷ്ടപ്പെട്ട് കളക്ട് ചെയ്തല്ലേ, അപ്പൊ എന്തായാലും ഉണ്ണിച്ചേട്ടന് വിഷമം ഉണ്ടാവല്ലോ. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അതുപോലെ ഉണ്ണിച്ചേട്ടൻ എന്നെ ഫസ്റ്റ് ഒരു ദിവസം പറ്റിച്ചായിരുന്നു. ഉണ്ണിച്ചേട്ടന്റെ കൂടെയുള്ള ബിബിൻ ചേട്ടൻ അതിനൊക്കെ ജീവനുണ്ട്, അതിന് പവർ ഉണ്ട് ഒക്കെ പറഞ്ഞ് പറ്റിച്ചായിരുന്നു. അതിന് പവർ ഉണ്ട്. അപ്പൊ സ്പൈഡർമാൻ ഒക്കെ പോകും. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നരേന്ദ്രമോദി അപ്പൂപ്പന്റെ ഒരു കുഞ്ഞു ഡോളുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അപ്പം നരേന്ദ്രമോദി അപ്പൂപ്പൻ എന്ത് ചെയ്യും? ആള് ജസ്റ്റ് ഹെഡ് ആയിട്ടിരുന്ന് അനങ്ങാതിങ്ങനെ എല്ലാം. ഓക്കെ, അപ്പൊ ഇനി അധികം ഞാൻ പറയില്ലേ, കുട്ടികളെ പോരോ. അവിടെ പിന്നെ സിൽവസ്റ്റർ സ്റ്റലോൺ ഉണ്ട്, അവിടെ പിന്നെ മുഹമ്മദ് അലി ഉണ്ട്, സൂപ്പർമാൻ. ശക്തിമാൻ ഇല്ല, മാർക്കറ്റിൽ കിട്ടുന്നില്ല. പുള്ളിക്കാരനൊരു ശക്തിയല്ലേ, ശക്തിമാൻ അല്ലേ? ആളുടെ വാൾപേപ്പർ വരെ സൂപ്പർമാൻ ആണല്ലേ. പക്ഷെ ആ സൂപ്പർമാനൊരു പ്രത്യേകത ഉണ്ട്, തല സൂപ്പർമാന്റെ നല്ല. എല്ലാരും കാര്യം ചോദിക്കട്ടെ, വീട്ടിലെ പറഞ്ഞത് സെൽഫായിട്ടൊന്നും ചെയ്യാത്ത ആളാണ്. ഉണ്ണിച്ചേട്ടന്റെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഉണ്ണിച്ചേട്ടന്റെ ഫേവറേറ്റ് സൂപ്പർമാന്റെ ഇതില് ചേട്ടന്റെ തല വെച്ചൊരു ചേട്ടനൊന്ന് അഡ്മയർ നമ്മളാണെങ്കിലും അത് മാത്രമല്ല ഉണ്ണിച്ചേട്ടൻ എല്ലാ സിനിമയിലും ക്യാരക്ടേഴ്സിന്റെ ഓരോരോ ടോയ് ഉണ്ട്. സ്വന്തം പട്ടിക്കുട്ടികളുടെ പോലും ടോയ്സ് ഉണ്ട്.